അച്ഛനെ കുറിച്ച് നല്ലതൊന്നും മോക്ക് ഓർക്കാനില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അച്ഛന്റെ ജോലിയാണ് നിനക്ക് കിട്ടിയെന്ന കാര്യം മറക്കരുത്. എന്നാലിനി മോളിറങ്ങ. ഗുഡ് മോർണിംഗ്. ഇന്ന് ബുധനാഴ്ച, ശ്രീദേവി ആദ്യമായി ജോലിക്ക് പോകുന്ന ദിവസം. രാവിലെ അമ്പലത്തിൽ പോയി ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. ഇതാ പ്രസാദം, അമ്മയെടുത്തോളൂ. ജോലിക്കുള്ള ഓർഡർ വാങ്ങിത്തന്ന എനിക്ക് ശ്രീദേവി ആദ്യ ദിവസം ഓഫീസിൽ എത്തിക്കാനുള്ള ചുമതല കൂടി ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. വരൂ, ഞാൻ കാറിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അതെനിക്കും അറിയാം, എന്നാലും അങ്ങനെയല്ലല്ലോ. കേറ് മോളെ, വക്കീല് നമുക്ക് അന്യനൊന്നും അല്ലല്ലോ. പിന്നെ ഈ കാര്യത്തിലാണെങ്കിൽ വക്കീലിന് അതിനുള്ള അവകാശമുണ്ട്. അങ്ങനെ പറയൂ അമ്മേ, അമ്മയ്ക്ക് വിവരമുണ്ട്. കേറി പോ മോളെ, സമയം കളയാതെ. ഇന്നൊരു ദിവസത്തേക്കല്ലേ, പോ. ശ്രീദേവി എന്നെ ഡ്രൈവർ ആക്കരുത്, മുന്നിൽ കയറിയിരിക്കൂ പ്ലീസ്. മുന്നിലോട്ടിരിക്കടി. ചെല്ല്. എന്താ ചെയ്യുക അമ്മേ, കൊച്ചല്ലേ. പോട്ടെ അമ്മേ. വരണ്ട സമയമായല്ലോ. പിടയ്ക്കാതെ വരും. വാ, മാറിയിക്കാം. വി മാർട്ടിൻ ഡി പോറസിന്റെ തിരുനാൾ. നാളെയാണ് എന്റെ പിറന്നാൾ. ശ്രീദേവി, നേരെ ചെന്ന് ഇടത്തോട്ട് പോയാൽ എഞ്ചിനീയർ ഓഫീസ്. അവിടെ നിന്ന് വലത്തോട്ട് പോയാൽ വേണ്ട, ഞാൻ കൂടെ വരാം. ഇവിടെ എല്ലാം എന്റെ പരിചയക്കാരാ. ദയവേത് എന്റെ പുറകെ വരരുത്. അല്ല, പ്ലീസ്. എന്താ പറഞ്ഞത്? വൈകുന്നേരം കാറിൽ വന്ന് പിക്ക് ചെയ്യണമെന്നോ? പിക്ക് ചെയ്യാലോ. ഇനി എന്നും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാലോ. ഓക്കെ, സീ യു. എന്താ? ഞാനും ഓഫീസിലേക്കാ. ഞാൻ അല്പം ചുറ്റിയാ പോകുന്നത്. അത് സാരില്ല, ഞാനും വരാം. എന്നാ ബാക്കി കയറിക്കോ. സാറിന്റെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഞാൻ മരിച്ചുപോയ തങ്കപ്പന്റെ ചില റെക്കോർഡ്സ് എടുക്കാൻ വന്നതാ. കയറിക്കോ. അതാ നാരായണേട്ടന്റെ മകൾ. സുഖാണോ സർ? പരമസുഖം. പെങ്ങളുടെ മകളുമായിട്ട് ലാൻഡ് ചെയ്യുന്നു, ആങ്ങളുടെ മകളുമായിട്ട് ടേക്ക് ഓഫ് ചെയ്യുന്നു. വക്കീലാള് ചില്ലറക്കാരനല്ല, തൊരപ്പനാ തൊരപ്പൻ. വാ. ഒന്നുകിൽ ഞാനിവിടെ വന്നത് ഇഷ്ടപ്പെട്ട് കാണില്ല, അല്ലെങ്കിൽ തീരെ പ്രതീക്ഷിച്ചിരിക്കില്ല. രണ്ടായാലും ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്നതല്ലേ, അകത്തേക്ക് ക്ഷണിച്ചൂടെ? എന്നോട് ഇത്രയ്ക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമുണ്ടോ? എനിക്കാരോടും വിരോധമൊന്നുമില്ല. വിഷ്ണുവിന്റെ മനസ്സ് എനിക്കറിയാം. എനിക്ക് ജോലി കിട്ടാൻ ആദ്യം സഹായിക്കാൻ തയ്യാറായത് വിഷ്ണുവാണ്. സഹതാപം കൊണ്ടായിരിക്കാം, എന്നാലും ആ നല്ല മനസ്സിന് നന്ദി. പിന്നെ വക്കീല് വിഷ്ണുവിനെ തോൽപ്പിച്ചു എന്നൊന്നും കരുതരുത്. കാരണം അയാൾ പണ്ടേ തോറ്റുപോയ ആളാണ്. ഇപ്പൊ അയാളുടെ ഉദ്ദേശം വേറെയാണ്. അത് നടക്കില്ല. വിഷ്ണുവിന്റെ വീട്ടിൽ കയറി വന്ന് ഇത്രയും സംസാരിച്ചത് അമിത സ്വാതന്ത്ര്യം എടുക്കലാണെന്ന് എനിക്കറിയാം. സത്യത്തിൽ ഇന്ന് ഓഫീസിന് മുന്നിൽ വെച്ച് വിഷ്ണുവിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ആദ്യ ദിവസം ജോലിക്ക് പോയാ എന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ മനസ്സുണ്ടെങ്കിൽ ഇതെടുക്കണം. ശരിക്കും കിട്ടിക്കാണും, അല്ലെങ്കിൽ ഇങ്ങനെ ഓടില്ലല്ലോ. അതല്ലാന്ന് കോൺഗ്രസാ കിട്ടി. അതെ, കറണ്ട് കമ്പനി ഇടിച്ചു വന്ന കോൺഗ്രസാകാർ കസ്റ്റഡിയിലെടുത്തു. എവിടെ? ഇവിടെ, ഈ സിറ്റിയിൽ. വിഷ്ണു, വിഷ്ണു,
വിഷ്ണു ആലുറക്കെ വിഷ്ണു വിഷ്ണു എന്റെ കർത്താവ് ഇതെവിടെ പോയി? അകത്തായോ അതോ മുങ്ങിയോ? എന്റെ കർത്താവ് എന്നെ പഠിക്കാനാണോ അമേരിക്കയിൽ നിന്ന് കുറ്റിയും തട്ടി ഇങ്ങോട്ട് പോകുന്നത്? ഇതെവിടെ പോയി കിടക്കുന്നു? ചേട്ടാ ചേട്ടാ, എന്താ നീ കാലത്ത് തന്നെ ഓടുന്നെന്തിനാടാ? വ്യായാമം വ്യായാമം. ഛെ, 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 ഛെ. വിഷ്ണു ഇവിടെ വന്നോ? ഇല്ല വിഷ്ണു ഇതൊരു പോകുന്നുണ്ടോ? ഇല്ല. അയ്യോ, നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. നീ എന്തിനാ അണക്കുന്നേ? ഞാനെന്താ തീയാണോ അണയ്ക്കാൻ? ഇവരെന്താ അണയ്ക്കാൻ നടക്കുകയാണ്. എടാ പെറുക്കി, ഇതെല്ലാം പെറുക്കി വെച്ചേച്ചു പോ. അമ്മേ അമ്മേ അമ്മയില്ലേ? അമ്മ അകത്തുണ്ട്. അമ്മേ ആ, എന്താ വക്കീലെ ഇത്? സോറി. വക്കീലിന് എന്താ ഇത്ര അത്യാവശ്യം? അല്ലമ്മേ, പിന്നെ കണ്ടുപിടിച്ചു. എന്ത്? തങ്കപ്പൻ ചേട്ടനെ ഇടിച്ചു വന്ന കോൺഗ്രസ് കണ്ടുപിടിച്ചു. സത്യമാണോ വക്കീലെ? സത്യം. കാർ എസ് ഐ ജബ്ബാർ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. അടുത്ത ഏതാനും ആഴ്ചക്കുള്ളിൽ അമ്മ ലക്ഷാധിപതിയാകും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. ഈ സന്തോഷ വാർത്ത പറയാനാ ഞാൻ ഓടി വന്നത്. ശ്രീദേവി, അവള് കറണ്ട് ഓഫീസിൽ പോയിരിക്കുവാ. അയ്യോ എന്ത് പറ്റി? ജോലിക്ക് പോയി. ഓ, ജോലി. സോറി, പെട്ടെന്നുണ്ടായ സന്തോഷത്തില് ഞാൻ അതൊക്കെ അങ്ങ് മറന്നുപോയി. എനിക്ക് പോയിട്ട് കാറിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുണ്ടേ. ശ്രീദേവിയോട് ഈ വിവരം പ്രത്യേകം പറയാം. വരട്ടെ അമ്മേ. Come on, hurry up. Rush to the spot. സാർ സാർ, ബ്രേക്ക് ഉണ്ടെങ്കിൽ ചവിട്ടണേ. സാർ, ബഹളം കൂട്ടാതെ കാര്യം പറയണോ. വിഷ്ണു അകത്തുണ്ടോ? വിഷ്ണു ഏത് വിഷ്ണു? സാറ് പിടിച്ച കാറിന്റെ ഓ അത് ശരി, ഏതോ കൊമ്പന്റെ കാറായിരിക്കും. രാഷ്ട്രീയക്കാരും പത്രക്കാരും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞില്ലേ? ഇനിയും പലരും വരും. വരട്ടെ. ഇത് അതൊന്നും അല്ല സാർ. വിഷ്ണു അകത്തുണ്ടോ? വിഷ്ണു മാത്രല്ല, ശിവനും ബ്രഹ്മാവും ഒക്കെ ഉണ്ട്. തനിക്ക് എന്ത് വേണം? 3 പേരെ ഒന്ന് കാണണമായിരുന്നു. ശടം ശകനം മുടിക്കല് മാറിക്കണോ, വണ്ടിയെടുക്കണോ? സാർ വണ്ടി വിടല്ലേ? കണ്ട് പ്രാന്തന്മാർക്ക് കയറി വരാനുള്ള സ്ഥലമല്ലേ ഇത്? Get out, bloody fool. ഗോഡ് ബ്ലസ് യു. കുറച്ച് ദിവസമായിട്ട് സാറിന് ഉറക്കം തരാതിരുന്ന സാധനമാണ് ഈ കിടക്കുന്നത്. ഇതെങ്ങനെ പൊക്കി? ജാക്കി വെച്ച് പൊക്കി. ശടം. ഞാനൊരു കാര്യം ഏറ്റാൽ അത് നടത്തിയിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് സാറ് പറഞ്ഞാൽ മതി. കാറിന്റെ ഓണർ, ഇൻഷുറൻസ് കമ്പനി എല്ലാം മനസ്സിലാക്കി തരണം. അതിന് ആർട്ട് ഓഫീസിലേക്ക് ആളെ വിട്ടു കഴിഞ്ഞു. കേസ് എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് ഞാൻ പറയാതെ അറിയാലോ. വക്കീൽ എന്താ ആളെ കളിയാക്ക? ചൂടാകാതെ, ഞാനൊരു ആവേശത്തിന് ചോദിച്ചു പോയതാ. എന്താണ് ഇപ്പൊ അങ്ങനെ ഒരു ആവേശം വരേണ്ട കാര്യം? എങ്ങനെ ആവേശം വരാതിരിക്കും? 5 ലക്ഷത്തിന്റെ 30%, 1.5 ലക്ഷം. ഓ ആ. പണ്ടാരടങ്ങാൻ ഇയാൾ എന്തിനൊപ്പം കൂടി കെട്ടിയെടുത്ത്? സ്റ്റേഷനിൽ ചെന്നപ്പോ താൻ എവിടെയാണെന്ന് അറിഞ്ഞു. പ്രമാദമായ ഒരു കേസിൽ പിടിയിട്ടേണ്ടിയിരുന്ന കാറാണ് സാർ ഇത്. താനിങ് വന്നേ. ഓ തനിക്ക് തലയ്ക്ക് വട്ടുണ്ടോ? എന്താണ് സാർ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? മുഖ്യമന്ത്രിയുടെ മരുമന്റെ കാറാ. അല്ല ചതിച്ചോ? തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി പെട്ടെന്ന് കേടായി പോയതാ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സാർ ഇവിടെ കേട്ടിട്ട് റോഡിൽ തന്നെ ഇട്ടാ പോരായിരുന്നോ? ഇതൊരു മാതിരി ഒളിച്ചിരുന്ന പോലെ. റോഡിൽ കിടന്ന് വെയിൽ കൊള്ളാന്ന് വെച്ച് തള്ളി അകത്തിട്ടതായിരിക്കും. അതുകൊണ്ട് ഇനിയിപ്പോ എന്തെല്ലാം പുലിവാല ഉണ്ടാവുക? അതൊന്നും എനിക്ക് അറിയണ്ട. വൈകുന്നേരത്തിന് മുമ്പ് കാർ റിപ്പയർ ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിക്കണമെന്ന ഐജിയുടെ ഓർഡർ. അതെങ്ങനെ സാർ ഇത്ര പെട്ടെന്ന്? എനിക്കറിഞ്ഞൂടാ, പക്ഷെ താനത് ചെയ്യണം. ദിസ് ഇസ് എൻ ഓർഡർ. ഇല്ലെങ്കിൽ തലയിൽ തൊപ്പിക്ക് പകരം മുണ്ടിട്ട് നടക്കേണ്ടി വരും. ജബ്ബാർ, ഇവിടെ അടുത്ത് തന്നെ വർക്ക്ഷോപ്പ് ഉണ്ട്. വേഗം കാർ നന്നാക്കി കൊണ്ടു കൊടുക്കുക. ഒരു ജാക്കി ചാൻ. ഇതൊക്കെ ഇയാൾ മരിച്ചവനാ. എടോ, തനിക്ക് മുഖ്യമന്ത്രിന്റെ മരുമോന്റെ കാർ എന്നെ പിടിക്കാൻ കിട്ടുള്ളൂ. പണ്ടാരടങ്ങാൻ. തനിക്ക് വേറെ കാർ കാണിക്കാൻ പറ്റില്ലല്ലോ. അയ്യോ